വയനാടിനോട് കേന്ദ്ര സർക്കാർ കാണിക്കുന്നത് ക്രൂരതയെന്ന് മന്ത്രി കെ രാജൻ. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ കേന്ദ്രം ₹1 സഹായം പോലും നൽകിയിട്ടില്ല എന്നും മന്ത്രി പറഞ്ഞു. കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിനോട് കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ ക്രൂരത ഒരു ഘട്ടത്തിലും ഉണ്ടാകാൻ പാടില്ലായിരുന്നു. കേരളം ആവശ്യപ്പെട്ടതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 3 ആവശ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന് L3 പെടുത്തണം, മറ്റൊന്ന് സെക്ഷൻ 13 പ്രകാരമുള്ള കടങ്ങൾ എഴുതി തള്ളണം, 3 അഡീഷണൽ അസിസ്റ്റൻസ് ഉണ്ടാകണം. ഇക്കാര്യത്തിൽ L3 പെടുത്തി എന്നുള്ള യാഥാർത്ഥ്യം ഒഴിച്ചാൽ ബാക്കി ഒരു നടപടിയും ഉണ്ടായില്ല. PV ജോഷില കൂടി ചേരുകയാണ്. ജോഷില, ഇപ്പോൾ മന്ത്രി പറഞ്ഞ പ്രതികരണം നമ്മൾ കേട്ടിരുന്നു. ഇത്തരത്തിൽ പറഞ്ഞതിൽ വളരെയേറെ കാര്യമുണ്ടെന്ന് പറയേണ്ടി വരും. കാരണം ഇത്തരത്തിലൊരു രീതിയിലുമുള്ള ധനസഹായം അത് സംസ്ഥാനത്ത് നൽകുന്നില്ല. പക്ഷേ അതേ ഒരു ഘട്ടത്തിൽ തന്നെ വലിയ തരത്തിലുള്ള ന്യായീകരണങ്ങളൊക്കെ തന്നെയാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. തീർച്ചയായും ആതിര, ഇന്ന് മന്ത്രി രാജൻ മാധ്യമങ്ങളെ കാണുകയുണ്ടായി. പ്രത്യേകിച്ച് വയനാട് ആയതുകൊണ്ട് തന്നെ വയനാട് ചൂരൽമല മുണ്ടക്കൈ പ്രദേശത്തെ ദുരന്തത്തെക്കുറിച്ചും അതിൽ ഗവൺമെന്റ് സ്വീകരിച്ച നിലപാടിനെക്കുറിച്ചും നടപടികളെക്കുറിച്ചും എല്ലാമുള്ള ചോദ്യങ്ങളാണ് ഉയർന്നു വന്നത്. അതുകൊണ്ട് തന്നെ മന്ത്രി രാജൻ കൃത്യമായി 27-ാം തീയതി ടൗൺഷിപ്പിന്റെ തറക്കല്ലിടൽ മുഖ്യമന്ത്രി നിർവഹിക്കും. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും ഇവരുടെ ആശങ്കകളും ദുരന്ത മേഖലയിൽപ്പെട്ടവരുടെ ആശങ്കകളും തീർക്കുന്ന മറുപടി തന്നെയാണ് ഇന്ന് നൽകിയത്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞത്, സംസ്ഥാന സർക്കാർ എല്ലാ കാര്യങ്ങളും പടിപടിയായി ചെയ്തു വരുന്നു, അതിനിടയിലുള്ള പ്രതിസന്ധികളെ മറികടക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ പോലും ഒരിറ്റ് കണ്ണീര് പോലും ബജറ്റിൽ വീഴ്ത്താത്ത കേന്ദ്രമാണ് നമുക്കുള്ളത് എന്നുള്ള കാര്യം അദ്ദേഹം പറയുകയുണ്ടായി. കേന്ദ്രം കേരളത്തോട് കാണിച്ച ക്രൂരത അത് പൊറുക്കാനാവുന്ന ക്രൂരതയല്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് അദ്ദേഹം സംസാരിച്ചത്. കാരണം ഒരു ചതുരശ്ര മീറ്ററിൽ പോലും കിലോമീറ്ററിനുള്ളിൽ ഇത്രയേറെ ആളുകൾ മരിച്ച 298 ആളുകൾ മരിച്ച ഒരു സ്ഥലം അത് ഇന്ത്യയിൽ വേറെ ഉണ്ടാവില്ല. എന്നിട്ട് പോലും അതിനെ ഒരു ദുരന്തമായി പ്രഖ്യാപിക്കാൻ, അല്ലെങ്കിൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല എന്നുള്ള കാര്യവും അദ്ദേഹം പറയുകയുണ്ടായി. മാത്രമല്ല അദ്ദേഹം പറഞ്ഞ മറ്റു കാര്യങ്ങൾ ഇതാണ്: L3 പെടുത്തി എന്നതല്ലാതെ കേന്ദ്ര സർക്കാർ മറ്റൊന്നും ചെയ്തില്ല. ഈ 2B 2A ലിസ്റ്റിൽ ഒരുപാട് ഇപ്പോൾ കരട് ലിസ്റ്റ് പ്രഖ്യാപിച്ച സമയമാണ്, തയ്യാറാക്കിയ സമയമാണ്. സംസ്ഥാന സർക്കാർ കരട് ലിസ്റ്റ് തയ്യാറാക്കി കഴിഞ്ഞു. ആ സമയത്ത് 2B 2A ലിസ്റ്റിൽ പരാതി ലഭിച്ചിട്ടുണ്ട്. പല സ്ഥലങ്ങളിൽ ചിലർ സമരവുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ്. എന്നാൽ ഈ സമരക്കാരെ മാത്രമല്ല എല്ലാവരുടെയും പരാതി കേൾക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാണ്. അവരുടെ പരാതിയിലുള്ള എല്ലാ പരിഹാരങ്ങളും നിർദ്ദേശിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാണ് എന്നുള്ളത് തന്നെയാണ്. ആരെയും, അതായത് സംസ്ഥാന സർക്കാരിന്റെ മുന്നിൽ ഒരു വാതിലും കൊട്ടിയടക്കില്ല എന്നുള്ള കാര്യം തന്നെയാണ് ഇന്ന് മന്ത്രി രാജൻ വ്യക്തമാക്കിയിട്ടുള്ളത്. ആർക്കൊക്കെ ആശങ്കകളുണ്ടോ ആ ആശങ്കകളൊക്കെ തന്നെ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. അത്രയേറെ ജനങ്ങളെ കൂടെ നിർത്തുന്ന പരാതിക്കാരെയും സമരക്കാരെയും പ്രതിഷേധക്കാരെയും ഒന്നും തന്നെ വിട്ട് പോകാൻ അല്ലെങ്കിൽ കൈവിടാൻ സംസ്ഥാന സർക്കാർ ഒരുക്കമല്ല. ഇവരുടെ എല്ലാവരുടെയും പരാതികൾ കേൾക്കും എന്നുള്ളത് തന്നെയാണ് പറഞ്ഞത്. ഇന്ന് കളക്ടറേറ്റിന് മുമ്പിൽ ചിലർ സമരം നടത്തുന്നുണ്ട്. അവരോടും സംസാരിക്കാൻ തയ്യാറാണ് എന്നുള്ളത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് കേൾക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകും. ദുരന്ത കൃത്യമായിട്ടുള്ള ഇടപെടലാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ടൗൺഷിപ്പ് അടക്കമുള്ള കാര്യങ്ങൾക്കൊക്കെ തന്നെ സർക്കാർ നീങ്ങുന്നു. ഇത്തരത്തിൽ ദുരിതബാധിതരെ ചേർത്ത് നിർത്തുന്ന ഒരു സമീപനം അത് തന്നെയാണ് തുടക്കം മുതൽ സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. ആ ഒരു ഘട്ടത്തിലാണ് കേന്ദ്രത്തിന്റെ ഇത്തരത്തിൽ അവഗണന തുടരുന്ന ഒരു സമീപനം. അതിന് കേന്ദ്രത്തിൽ ഇത്തരത്തിലൊരു തുക അത് സംസ്ഥാനത്തെ അനുവദിക്കുന്നതാവട്ടെ, മറ്റു പല കാര്യങ്ങളിലും കേരളത്തെ അവഗണിക്കുന്ന ഒരു സമീപനമാണ്, അതൊരു തുടർക്കഥയായി തന്നെ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളതും ഏറെ ശ്രദ്ധേയമാണ്. ജോഷില, തീർച്ചയായും ആതിര, മന്ത്രി രാജൻ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. സിവിയർ ദുരന്തമായി പ്രഖ്യാപിക്കാൻ കേന്ദ്ര സർക്കാരിന് മടിയായിരുന്നു. 5 മാസത്തോളം ഈ മടി തുടർന്നു. മാത്രമല്ല 1207 പേർ, 30 കോടിയിലേറെ കടബാധ്യതയുള്ള 1207 പേരുണ്ട് എന്നുള്ള കാര്യം കേന്ദ്രത്തെ അറിയിച്ചു. കേന്ദ്രം ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല. ഈ കടബാധ്യത എഴുതിത്തള്ളാൻ പോലും തയ്യാറായിട്ടില്ല. എന്നാൽ കേരള സർക്കാർ തുടർച്ചയായി ഈ കാര്യം ആവശ്യപ്പെട്ടിരുന്നു, എന്നിട്ട് പോലും തയ്യാറായിട്ടില്ല. ദുരന്ത നിവാരണ ആക്ടിൽ ഉൾപ്പെടുത്തി 2005 സിബിൽ സ്കോർ ഇല്ലാതെ പുതിയ വായ്പകൾ എടുക്കാൻ സാധിക്കും. ആ രീതിയിൽ ഇവരെ സഹായിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഇവരുടെ കടം എഴുതി തള്ളാനുള്ള നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യങ്ങളടക്കം മന്ത്രി രാജൻ വ്യക്തമാക്കിയുണ്ടായി. ഇത്രയേറെ കാര്യങ്ങൾ കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിട്ട് പോലും കേന്ദ്ര സർക്കാർ ഒരിറ്റു കണ്ണീര് പോലും ഈ ദുരന്ത മേഖലയിൽപ്പെട്ടവർക്ക് വേണ്ടി ഉറ്റിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം എന്നുള്ള കാര്യം മന്ത്രി രാജൻ ഇന്ന് വ്യക്തമാക്കുകയുണ്ടായി. ബജറ്റിൽ പോലും ഒരു പരാമർശം കേന്ദ്രം മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്തെക്കുറിച്ച്
കുറിച്ച് പരാമർശിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുരന്തമായി കാണുന്നത്. ക്രൂരഫലിതങ്ങൾ തുടർച്ചയായി പടച്ചുവിടുകയാണ് കേന്ദ്ര സർക്കാർ അതേസമയം ചെയ്യുന്നത് എന്നുള്ളതാണ് മറ്റൊരു കാര്യമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. 25 എസ്റ്റേറ്റുകളുടെ ലിസ്റ്റ് തന്നപ്പോൾ തന്നെ ജോൺ മത്തായി ഈ സ്ഥലം പോയി സന്ദർശിച്ചിരുന്നു. ഇതിൽ 9 എസ്റ്റേറ്റുകൾ കണ്ടെത്തിയിരുന്നു. ഈ 9 എസ്റ്റേറ്റുകളിൽ 2 എസ്റ്റേറ്റുകളാണ് സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കാൻ തയ്യാറായത്. ഇതിൽ തന്നെ പലതിലും പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴാണ് വെസ്റ്റേൺ എസ്റ്റേറ്റിലേക്ക് ഈ ടൗൺഷിപ്പ് മാറ്റാൻ വേണ്ടി തീരുമാനിച്ചത്. അത്രയേറെ നടപടികളിലൂടെ കടന്നിട്ടാണ് ഈ ടൗൺഷിപ്പിന്റെ തറക്കല്ലിടാൻ വേണ്ടി തീരുമാനത്തിലേക്ക് പോയിരിക്കുന്നത്. 27-ാം തീയതി മുഖ്യമന്ത്രി ആ തറക്കല്ലിടൽ ഉദ്ഘാടനം ചെയ്യും എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഓരോ സമയത്തും ഘട്ടം ഘട്ടമായി എല്ലാ നടപടികളും പൂർത്തിയാക്കി തന്നെയാണ് സർക്കാർ ഈ ഒരു രീതിയിലേക്ക് പോയിട്ടുള്ളത്. 8 റോഡുകൾ 120 കോടി രൂപയിൽ പണിയാൻ ഈ ഭാഗത്ത് മുണ്ടക്കൈ ചൂരൽമല ഭാഗത്ത് തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യവും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. പുഞ്ചിരിമറ്റം നിന്നും റാണി റോഡിലേക്ക് പോകുന്ന റോഡിന് 7 കോടി രൂപ മാറ്റിവെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യവും അദ്ദേഹം അറിയിക്കുകയുണ്ടായി. മുട്ടിൽ മേപ്പാടി റോഡിന് 60 കോടി രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. പുന്നപ്പുഴയിൽ ഒരു പില്ലർ, പുന്നപ്പുഴയെ നമുക്കറിയാം ചൂരൽമലയുടെ ഈ മുണ്ടക്കൈ പ്രദേശത്തെ അടക്കം ബന്ധിപ്പിക്കുന്ന നേരത്തെ ബെയിലി പാലം നിർമ്മിച്ച ഈ സ്ഥലത്ത് പുന്നപ്പുഴയിൽ അത് ഏറ്റവും പ്രധാനപ്പെട്ട പാലമാണ്. അവിടെ മുണ്ടക്കൈയിലും ചൂരൽമലയിലും അടക്കമുള്ള ആളുകൾക്ക് ഏത് വിധേനയും ബന്ധപ്പെടാൻ ആവശ്യമായ ഏറ്റവും പ്രധാനപ്പെട്ട പാലമാണ്. ആ പുന്നപ്പുഴയിൽ നിർമ്മിക്കുന്ന പാലം നടുക്ക് പില്ലറുകളില്ലാതെ, അതായത് ഇത്തരത്തിൽ ദുരന്തം ഇനി ഈ പാലത്തെ വെട്ടിമുറിക്കാത്ത വിധത്തിൽ, അല്ലെങ്കിൽ ഈ പ്രദേശങ്ങളെ മുറിക്കാത്ത വിധത്തിൽ അത്രയും നൂതന സാങ്കേതിക വിദ്യകളോടുകൂടി ഈ പുന്നപ്പുഴയിൽ പാലം നിർമ്മിക്കും എന്നുള്ള കാര്യവും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ദുരന്ത നിവാരണത്തിന്റെ ഭാഗമായി നേരത്തെ തന്നെ സൈറൻ അടക്കം മുഴക്കാനുള്ള, ദുരന്തം നേരത്തെ അറിയിക്കാനുള്ള, മുന്നറിയിപ്പുകൾ തരാനുള്ള സംവിധാനങ്ങൾ ഒരുക്കാനും വയനാടിനെ തന്നെ പരിഗണിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യവും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. ആതിര, ജോഷില, കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ മുഖ്യമന്ത്രിയും കേന്ദ്ര ധനമന്ത്രിയും തമ്മിലുള്ള ഒരു ചർച്ചയുണ്ടായിരുന്നത്. ഏറെ പ്രധാനപ്പെട്ട ഒരു ചർച്ച തന്നെയായിരുന്നു. കേരളത്തിന്റെ ആവശ്യങ്ങൾ എണ്ണി ചോദിച്ചുകൊണ്ടായിരുന്നു ഇത്തരത്തിലൊരു ചർച്ചയിലേക്ക് കടന്നത്. അപ്പോൾ എല്ലാ തവണയും നമ്മൾ ഇത്തരത്തിൽ കേരളത്തിന് ഇത്ര തുക ആവശ്യമുണ്ട്, അല്ലെങ്കിൽ കേരളത്തിന്റെ ആവശ്യങ്ങൾ പറയുമ്പോഴും കേന്ദ്രം തുടരുന്ന ഒരു അവഗണനയുണ്ട്. മന്ത്രി സൂചിപ്പിച്ചതുപോലെ തന്നെ വയനാടിനോട് തുടരുന്ന ക്രൂരത, അത് അത്തരത്തിൽ തന്നെ വേണം അതിനെ ന്യായീകരിക്കാൻ. ഏത് രീതിയിലും കേരളത്തെ അവഗണിക്കാനുള്ള കേന്ദ്ര നീക്കം അത് തുടരുന്നൊരു സാഹചര്യത്തിൽ കൂടിയാണ് സർക്കാരിന്റെ നിലപാട് ഇപ്പോൾ മന്ത്രി കൃത്യമായി കണക്കുകൾ നിരത്തിക്കൊണ്ട് വ്യക്തമാക്കുന്നത്. ജോഷില, തീർച്ചയായും ആതിര, മന്ത്രി കൃത്യമായ കണക്കുകൾ വ്യക്തമാക്കിക്കൊണ്ടാണ്. മന്ത്രി പറഞ്ഞ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഞങ്ങളോട് ചൂരൽമലയിലെയും മുണ്ടക്കൈയിലെയും അതുപോലെ തന്നെ ആ ഭാഗങ്ങളിലെ എല്ലാ ജനങ്ങളും ചോദിക്കുന്ന, അല്ലെങ്കിൽ പ്രതിഷേധം ഉയർത്തുന്ന, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ പ്രതിഷേധമുള്ളവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. 700-ലേറെ കോടി രൂപ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് വന്നിട്ടില്ലേ, അത് ദുരന്ത നിവാരണ ഫണ്ടിലേക്ക് വന്നിട്ടില്ലേ, ഞങ്ങളുടെ പേരിൽ വന്നിട്ടില്ലേ എന്നുള്ള കാര്യം, അത് ഉപയോഗിച്ചാൽ പോരെ എന്നുള്ള കാര്യം ചിലരെങ്കിലും ചോദിച്ചിട്ടുണ്ട്. അതിനുള്ള മറുപടി, കൃത്യമായും മറുപടിയാണ് ഇന്ന് മന്ത്രി നൽകിയിട്ടുള്ളത്. ആ ഫണ്ടിൽ നിന്ന് ഒരു പൈസ പോലും മറ്റൊരു കാര്യത്തിനായി ഉപയോഗിക്കില്ല. അത് മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്തെ ദുരന്ത ബാധിതർക്ക് മാത്രം വേണ്ടിയുള്ളതാണ്. അവർക്ക് വേണ്ടി മാത്രമേ ഇത് ചെലവാക്കുകയുള്ളൂ. അത് കൃത്യമായ കണക്കുകളുള്ളതാണ്. ആ കണക്കുകൾ പരിശോധിച്ചാൽ കൃത്യമായിട്ട് അറിയാം. ഇത് ഈ ഒരു ടൗൺഷിപ്പോട് കൂടി അവസാനിക്കുന്ന പ്രക്രിയയല്ല. വയനാടിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ചൂരൽമലയെയും മുണ്ടക്കൈയെയും സംബന്ധിച്ചിടത്തോളം, അവിടെ താമസിക്കുന്ന ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, ദുരന്ത ബാധിതരെ സംബന്ധിച്ചിടത്തോളം ഇത് ഈ ഒരു ടൗൺഷിപ്പോട് കൂടി അവസാനിക്കുന്ന പ്രക്രിയയല്ല. അവരുടെ മുന്നോട്ടുള്ള ജീവിതത്തിന് അവരെ പര്യാപ്തമാക്കാൻ, അല്ലെങ്കിൽ നല്ല സുഗമമായ ജീവിതത്തിന് അവരെ പര്യാപ്തമാക്കാൻ ഈ പ്രക്രിയകൾ, ഈ പ്രവർത്തനങ്ങൾ സർക്കാർ തുടർന്നുകൊണ്ടേയിരിക്കും എന്നുള്ള കാര്യവും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ഫണ്ട് ഉപയോഗിക്കുക ഇത്തരം കാര്യങ്ങൾക്കായിരിക്കും. കേന്ദ്ര സർക്കാരിനെ കാത്തു നിൽക്കുക എന്നുള്ളതല്ല, കേന്ദ്ര സർക്കാരിൽ അവകാശങ്ങൾ ചോദിക്കുക എന്നുള്ളത് മാത്രമാണ് ലക്ഷ്യം. അത് കിട്ടുന്നുണ്ടെങ്കിൽ അത് മുണ്ടക്കൈയിലെയും ചൂരൽമലയിലെയും ജനങ്ങൾക്ക് തന്നെയായിരിക്കും. അത് മാത്രമല്ല, ഞങ്ങൾ ചെയ്യാനുള്ളത് മുഴുവൻ ചെയ്തു തീർക്കും എന്നുള്ളത് കാര്യം തന്നെയാണ്. അത് തീർച്ചയായും വയനാടിനെ തന്നെ ഈ ഒരു ദുരന്തത്തിൽ നിന്നും മോചിപ്പിക്കാനുള്ള ശ്രമം തന്നെയായിരിക്കും എന്നുള്ളതാണ് മന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. ആതിര, ശരി, പി വി ജോഷിലെയാണ് വിവരങ്ങൾ നൽകിയത്.